കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല, നമ്മളിത് രസമായിട്ട് ചെയ്യുവാണ്. വാല് കരിഞ്ഞിട്ടുള്ളൂ, ചൂട് നന്നായിട്ട് ചൂട് കയറണം. അതെ, ഇതാണോ കുന്താണ് കുന്തം. സീനിയർ എങ്ങനെയുണ്ട് നിങ്ങൾ അത് പറയും. വ്യൂ ഉണ്ടോ? വ്യൂ ഇല്ലേ? ആടോക്ക ആ ഒരു മലനിരയുടെ ഈ ചോട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ, ഈ വല വെച്ച് മീൻ പിടിക്കുമ്പോൾ. ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ നാട്ടിൽ നിന്നും, അതായത് മമ്പാടല്ലേ, എന്താ സ്ഥലം പറയാ, കുണ്ടോട്. ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഇടവണ്ണയല്ലേ? അതായത് മമ്പാടിൻ്റെ ഇടവണ്ണൻ്റെ ഇടയിലുള്ളൊരു സ്ഥലത്താണുള്ളത് അല്ലേ. ഞാൻ വണ്ടിയായിട്ട് ഇന്നലെ ഓടാനൊക്കെ ഇറങ്ങിയിട്ട്, 2 ദിവസമായി ഓടാനൊക്കെ ഇറങ്ങിയിട്ട് ഓടുമായിരുന്നു. അപ്പോൾ വണ്ടിക്ക് ഒരു മീറ്റർ ഉണ്ട്, നമ്മളുടെ ചാർജ് വാങ്ങുന്ന മീറ്റർ. പക്ഷേ എങ്കിൽ ഞങ്ങൾ ഇതിലല്ല ചാർജ് വാങ്ങൽ. അപ്പോൾ ഈ മീറ്റർ സീലിങ്ങിന് വേണ്ടിയിട്ടുണ്ട്, സീലൊക്കെ ചെയ്ത് സീലിങ്ങിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് ഉച്ച വരെ സമയമുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതിന് വേണ്ടി ലീവ് ആക്കിയതല്ല. അപ്പോൾ ഞാനും കുക്കും താട്ടി കുക്ക് പറഞ്ഞു പുഴയിൽ പോയാലോ, ചൂടല്ലേ, ഒന്ന് കുളിച്ചിട്ടൊക്കെ പോരാം, ഒന്ന് നീരാടിയിട്ടൊക്കെ പോരാം. അപ്പോൾ എനിക്ക് ഈ കടവൊന്നും എനിക്ക് അറിയില്ല, കുക്കുവിനറിയാം. കുക്കുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതാണ് അല്ലേ. അത് സത്യം പറഞ്ഞൊരു റബ്ബർ തോട്ടത്തേക്ക് എന്നോട് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എവിടേക്കറിയില്ല, നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമീണ ഭംഗി റബ്ബറാണോ കുക്കു? എവിടേക്ക് ഇനി അതിലല്ലേ പോണ്ട്? അതിലാണ്ട് പോകുന്ന പോയി നോക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അവിടെ പോയേക്കാം. എവിടേക്കും കൊണ്ടുപോകണേ പോട്ടോ. ഇത് പക്ക ഫോറസ്റ്റ്, ഒരു ഫോറസ്റ്റ് കൂടെ പോണ വൈബാണല്ലോ. സംഭവം റബ്ബറാണ് പറഞ്ഞിട്ട് കാര്യമല്ല, നല്ല രസമല്ലേ കാണാൻ രസം പറഞ്ഞല്ലേ. ഒരു ഈ കാട്ടിലൂടെ പോകുന്ന പോലെ ഫീലാണ്. വഴി നോക്കാം, ഓഫ് റോഡാണ്. നമ്മുടെ സത്യം പറഞ്ഞാൽ ഓട്ടോയ്ക്ക് ഓഫ് റോഡ് അത്ര നല്ലതൊന്നല്ല ഇവിടെ. പക്ഷെ അത്ര കല്ലുകൾ പൊന്തിക്കണമൊന്നുമില്ല, അവിടെ തിരക്കുകളില്ല. പിന്നെ അധികം ആളുകളൊന്നും ഇല്ലാതെ ഒരു ഒഴിഞ്ഞ് കിടക്കണം. വല്ല ആന ഉണ്ടാവോ? ആന ഉണ്ടാവില്ല, വല്ല പന്നികളുണ്ടാവും. പന്നികളോ? പന്നി ഉണ്ടാവും അല്ലേ. ഓ, ഇത് വല്ലാത്തൊരു ഏരിയക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. കുക്കൊക്കെ കുറേ മുമ്പ് ഇതിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഫാമുക്കൊക്കെ വന്നിരുന്നു അല്ലേ. അപ്പോൾ കുക്കുവിൻ്റെ ധൈര്യമാണ് എനിക്കുള്ള ധൈര്യം, കാരണം ഇത്രയും ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ്. കുക്കു സേഫ് അല്ലേ? ഇത് എൻ്റെ ഫ്രണ്ടിൽ നിന്നേക്കുന്ന ഒരു വല വാങ്ങിയിരുന്നു. വല എന്താ വെച്ചാൽ നമുക്ക് പുഴയിൽ കുളിക്കുന്ന ഗ്യാപ്പിൽ വല വെക്കാം, കുറച്ച് പരല് കിട്ടുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രൈ ആക്കാം. ഓക്കെ, അങ്ങനെ വണ്ടിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ലോക്ക്, നമ്മളുടെ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലെ കുക്കുവാണ് നമ്മൾക്ക് വഴികാട്ടി, കുക്കുവിനാണ് വഴി അറിയുക. അവിടെ കണ്ടെങ്കിൽ വലിയൊരു മല, ആ മലയെക്കുറിച്ച് മലമ്മന്ന് എന്തോ വീണൊരു കഥ നേരത്തെ കുക്കു ഈ പറഞ്ഞല്ലോ. പാറ ഉണ്ട് അതിൻ്റെ മുകളിൽ. അത് എന്നോ പണ്ട് മഴക്കാലത്ത് വീണാണ്ട് ആ ചൂട്ട് കളി കിടക്കുന്നു. 4-5 വീടൊക്കെ പോയിക്കണം പോയോ. ആ പാറ കഷ്ണം വീണിട്ടോ? പാറ കഷ്ണം വീണിട്ട് അതിൻ്റെ മേലിന്ന് ഉരുണ്ട് വീണേക്കാവൂല്ലേ മഴക്കാലത്ത്? സാധാരണ ഈ ഇവിടെയൊക്കെ നമ്മളുടെ ഇതുപോലെ മല ഏരിയ പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ധാരാളമായിട്ട് നടക്കുന്ന ഏരിയ ആണല്ലോ. ഓ, ഇത് ഒരുമാതിരി വളരെ നിശബ്ദതയേറിയ ഒരു സ്ഥലമാണ്. ഞങ്ങൾ 2 പേരും മാത്രമുള്ളൂ. ഞങ്ങൾ 2 പേരും മാത്രം. ഏതായാലും സംഭവം വൈബാട്ടാ. വൈബ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഞങ്ങൾ നാട്ടിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ മറക്കാതിരിക്കാൻ ഞങ്ങളുടെ നാട്ടിലെ കുസൃതികളാണ് അതൊക്കെ. നാട്ടിലെ കുസൃതികളുടെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് ഇതൊക്കെ. ഒച്ചപ്പാടൊന്നും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ നിശബ്ദത. അവിടെ ആ കാണുന്നതാണോ പുഴ? അത് കാണുന്നത് അവിടെ ഒഴിഞ്ഞ് കാണുന്ന നമ്മൾക്ക് എല്ലായിടത്തില്ലേ മൊബൈല് എൻ്റെ മോടത്തില്ലേ. കാരണം ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. അതാ കാണുന്ന ഷെഡിൻ്റെ അവിടെ നമ്മൾ വണ്ടിയെത്തിയാണ്. ഇതിലാണോ ഭഗവാനെ? അതാ ഈ കാണുന്ന തന്നെയാണ് കേട്ടോ പുഴ എന്ന് പറയണേ. വഴി കുഞ്ഞിട്ടാ വഴുക്കും ട്രൈ ചെയ്യാൻ ചവിട്ടിയിട്ട്. ഓ, ഇതിലൊക്കെ ചെറിയൊരു ഗ്യാപ്പുള്ള ലുക്കോ. ഇവൻ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവരണത്. എന്തതിൻ്റെ അവസ്ഥയോ കൊള്ളാട്ടോ, നല്ല വൈബ് ഏരിയ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്, ചാലിയാറിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് ചാലിയാറാണ് കേട്ടോ, ചാലിയാറാണ്.
വെള്ളം കുറവാണല്ലേ കുക്കുവേ, വെള്ളം കുറവാണ് ഗൈസ്. എവിടെ പാറ ഉണ്ടോ? അതാണ് ആ പാറ. ആ വീണ് കിടക്കുന്ന അവിടെ അല്ലേ, അവിടെ വീണ് കിടക്കുന്ന ആ പാറയാണ് അതിൻ്റെ മേലിൽ നിന്ന് വന്നത് കേട്ടോ. എത്ര വലിയ മലയാട് വീണാണതേ. അതിന് ചുവട്ടിൽ വീടുകളൊക്കെ ഉണ്ടല്ലോ. കുറച്ച് അങ്ങോട്ടായിട്ട് ചായേ അവിടെ അതിൻ്റെ ഉള്ളിലായിട്ടുള്ള അവിടെ നിന്ന് വീണിട്ട് അത്ര ദൂരത്ത് നിന്ന് വീണിട്ട് അത് ഇവിടെ എത്തിയില്ലേ. ഒരു ഉരുളം പാറ കേട്ടത്. ഞങ്ങൾ താഴത്തേക്ക് കുറച്ച് താഴത്തേക്കൊന്ന് പോയി നോക്കട്ടെ. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി. വല കൊണ്ടുപോകാൻ കുക്കും വല. അത് ഫ്രണ്ടിൻ്റെ വലയാണ്, കണ്ണൻ്റെ വലയാണ്. കണ്ണൻ മുത്താണ്. ഇതിലേക്ക് ചിലപ്പോൾ ആനയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഫോറസ്റ്റാണ്, നല്ല രസമാണ് കാണാനൊക്കെ. ഇപ്പോൾ നല്ല ചൂടാണ്, അതായത് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12 മണിയൊക്കെയാണ്. ഇപ്പോൾ ചെരുപ്പോട് വരും അല്ലേ? ഇത് അവിടെ തന്നെ വെച്ചോ. ചെറുതായി ചൂടുണ്ട്. വെള്ളം തന്നെ ചൂടല്ലേ. ഈ വല കൊണ്ടുവന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞതാണ് ടാസ്ക്കാണ്. ഒരാളെ കൊണ്ട് കഴിയൂലേ, ഒരാളെ കൊണ്ട് കഴിയൂലേ. കൊണ്ട് കയ്യായി വന്നില്ല. ക്ലിയറായി വലൻ്റെ എല്ലാതും കിട്ടും. ഇതൊന്നും കൂടെ നിവർന്നിട്ടേ അടി ക്ലിയർ ആക്കാം. തണുപ്പുണ്ടല്ലോ ഇപ്പം. തണുപ്പുണ്ട്. നമ്മളങ്ങനെ ഇവിടുത്തെ വെക്കുക, കുറച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കല്ലേ. അങ്ങനെ വെക്കാം. ശരിക്കും അവിടെ വെക്കണ്ട, അവിടെ നിന്ന് അങ്ങോട്ട് വെക്കേണ്ടത്. ആ പാറ വന്നിട്ട് എൻ്റെ വരെ ഇവിടുത്തെ ആ കൊക്ക് വെക്കണടുത്ത് ആണ്ടോ അങ്ങോട്ടോ 5000 രൂപക്ക്. അവിടെ കായം കൂടുതലാവും. റിസ്ക് എടുത്തുള്ള മീൻ പിടിയല്ലത്. അല്ല നമ്മളെ രസമായിട്ട് ചെയ്യാതിനുള്ളൂ. മീൻ കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല, നമ്മളിത് രസമായിട്ട് ചെയ്യുവാണ്. കിട്ടുവാണെങ്കിൽ റങ്കായിരിക്കും. മുങ്ങിയോ? ഞാനും മുങ്ങി. കണ്ണൻ വല കാണുമ്പോൾ കുടുങ്ങിക്കണേ. ഞാനും മുങ്ങി. അങ്ങനെ നെയ്യൊന്ന് കുടുങ്ങി, ഞാനൊന്ന് കുടുങ്ങി. റേസ് കണ്ണനൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമല്ലേ. അങ്ങനെ പോരൊന്നുമില്ല. പണി അറിയാം. അത് കിട്ടേണ്ട ആൾക്കാർ കിട്ടണം. അവൻ്റെ പണി അറിയാം. നമ്മൾ വല തെറ്റി ഏരി കാണുമ്പോ അതെ, വയല് മീൻ പിടിക്കാൻ പേരും. ഇതേ പരലിന്റെ വലയാണ്. വലിയ മീനൊന്നും പ്രതീക്ഷിച്ചരുത്. ഇത് വല്ല കുഞ്ഞൻ പരലൊക്കെ കിട്ടിയാ കിട്ടി. അതെ ശരിക്കും താത്തേ. എടാ കണ്ണാന്റെ വലന്റെ ഇവിടെ പൊട്ടിക്കുണ്ടോ? അതുകൊണ്ട് ഇത് ഞാൻ പൊട്ടിച്ചല്ല. അതെ ശരിക്കെടുത്താ കാരണം നോക്കിക്കോ, എൻ്റെ വല ഞാൻ ഇത് കെട്ടിത്തരികയാണ്. ഇത് ഞാൻ പൊട്ടിച്ചതല്ല. കണ്ണനെ തെളിവാണ്. കണ്ണനെ നോക്കിക്കോളൂ. അടക്കട്ടെ, നമുക്ക് കുറച്ചു നേരം നോക്കുക എന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മൾ ഇട്ടിക്കണ് ഇവിടെ നമ്മൾ മാറ്റേണ്ടി വരും. കാരണം നമ്മൾ ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉക്ക് പറഞ്ഞ മാതിരി കുറച്ച് ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ടില്ലേ ആയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മീൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് മീൻ ചിലപ്പോൾ കിട്ടിയെന്നൊന്നും വരില്ല. ഇങ്ങനെ നീരാട്ടാം. ഗൈസ്, അപ്പം ഞാനും കുക്കും ദേ ആ കാണുന്ന പാറ ഉണ്ടല്ലോ അവിടെ വരെ പോയി. കാണുന്നുണ്ടോ? ആ പാറ വരെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഇതിലങ്ങനെ നമ്മുടെ വല നോക്കിയിട്ട് അങ്ങനെ പോയി. വല നോക്കുകയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ ഉണ്ടോ നോക്കിയിട്ടാണ്. ഇനി നമുക്ക് ഒരു കുറച്ചുകൂടി സമയം കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നെങ്കിലും കുടുങ്ങിക്കണമെങ്കിൽ നമുക്ക് ചുട്ടെങ്കിൽ തിന്നണം. എന്തെൻ്റെ അഭിപ്രായം? കണ്ണൊക്കെ കലങ്ങി വള്ളത്തിൽ ഇങ്ങനെ കടന്നിട്ടോ. നേരെ ചൂട് നട്ടുച്ച നേരെ 12 മണി 12:30 ആയിട്ടുണ്ടാവും. ആ നേരത്താണിത് കണ്ടോ സൂര്യനൊക്കെ അവിടെ കിടക്കണേ. നല്ല വൈബ് ഏരിയ കേട്ടോ, നിശബ്ദത, ആരുമില്ല. അവിടെ ഒരു ഏട്ടന് ഇതൊന്ന് പൊന്നരിക്കുന്നുണ്ട്. കാളകൾ പോത്തുകൾ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഗായ്സ്, ഞങ്ങളെ വല നോക്കാൻ വേണ്ടി പോവാണ്. പക്ഷേങ്കിൽ ഇതിലിങ്ങനെ നടന്ന് സിമ്പിളായിട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഇതേപോലെ പായണം. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചൂടാണ് ഗായ്സ്. എന്താ സുഖം. നട്ടുച്ച നേരെ ഈ പാറയൊക്കെ ചൂട്ട് പഴുത്തിക്കുവാണ്. കുക്കു നോക്കും അല്ലേ? നോക്ക്. ഇവിടെ ഞാൻ ശരിക്കും വെച്ചില്ല. ശരിക്കും വെച്ചോടുത്ത് നോക്കിക്കോ. ഇവിടെ അടി പൊടിച്ച് പൊന്തിച്ച് നോക്കാം. അടി ഇങ്ങനെ പൊന്തിച്ച് പോ. അങ്ങനെ തന്നെ
ആ ഒറ്റ ഒന്നുമില്ല. വാടാ വാടാ ഇങ്ങോട്ട് 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 വാ. എന്ത് ചോദിച്ചു? വാടാ ഒറ്റ ഒന്നുമില്ല. വാടാ യാടാ. ഇത് രക്ഷപ്പെട്ടടാ മാത്തുക്കുട്ടി. ഇല്ലടാ നോക്കണ്ടടാ, ഇവിടെ നിന്ന് കാണണ്ടടാ. ഒറ്റ ഒരെണ്ണം ഇല്ല കേട്ടോ ഇത്ര നേരമായിട്ട്. ഉണ്ടോ തോന്നുന്നുണ്ടോ? എൻ്റെ തോന്നലാണ്, തോന്നലാണ്, ഒക്കെ എൻ്റെ തോന്നല. ഓ മൈ ഗോഡ്, ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഇവിടെ ഒന്നുമില്ല. അതൊരു ഫോറസ്റ്റ് വൈബ് ഏരിയ പോലെയാണ്. കണ്ട് ഇപ്പുറത്തെ റബ്ബറാണ്, ഇപ്പോൾ പ്രൈവറ്റ് ഏരിയ തന്നെയാണ്. പക്ഷേ എങ്കിൽ അവിടുത്തെ ശബ്ദങ്ങളെ, ഈ പരുന്തിൻ്റെയും മറ്റേ ശബ്ദങ്ങളൊക്കെ നമുക്ക് ഒരു ഫോറസ്റ്റ് വൈബ് ഫീല് തരുന്നുണ്ട് അല്ലേ? ഓ ഒറ്റ ഒന്നുമില്ല. ഇത്രയും വലിയൊരു വല ഞങ്ങൾ രണ്ടുപേരോടെ വച്ചിട്ട് ഒന്നുണ്ട് ഇടുക്കട്ടാ പൊക്കടാ. അതും പോയോ തോമസ്? നിനക്ക് എന്തിന്റെ കേടായിരുന്നു? നീ എന്തിനു വന്ന് കുടുങ്ങി? ഇത്രയും നീളത്തിൽ വല വെച്ചിട്ട് അതിൽ ഒരെണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടാ ഓനെടുക്കാം, നമുക്ക് പോക്കറ്റ് കിടാം, ട്രൗസറിൻ്റെ പോക്കറ്റ് കിടാം തൽക്കാലം. ഞങ്ങൾ വലനെ അവിടെ ചേഞ്ച് ആക്കട്ടെ. ചേഞ്ച് ആക്കുക പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായ രീതിക്ക് അവിടെ കൊണ്ടുപോയി വെക്കണം, എന്നാലും നമുക്ക് മീൻ കിട്ടുള്ളൂ. ലുക്കോ, അതായത് ഈ വല ഉണ്ടല്ലോ, ഇത് നമ്മൾ വെക്കുന്നത് പോലെ തന്നെ എടുക്കാനും കുറച്ച് റിസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ കെട്ട് കുടുങ്ങാതെ എടുക്കാൻ വയ്ക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആകെ പണിയാവും. ഇത് കെട്ട് കുടുങ്ങി കഴിഞ്ഞാണ്ടല്ലോ വൺ റിസ്ക്കാണ്, വൺ റിസ്ക്കാണ്. ഇത് നമ്മളെ വലയും കൂടി അല്ലതാണ്, എന്നാൽ പോലും നമ്മളത് പോലെയുള്ള വല തന്നെയാണ്, നമ്മളെ കണ്ണൻ്റെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ഒരാൾ തന്ന സാധനമാണ്, നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. ഈ ചപ്പൊന്ന് വലിച്ചിട്ട് നോക്കും, വലിച്ചിട്ടോ ഓക്കെടാ. നമുക്കൊരു 4 വിരലിട്ട് ചുട്ടുന്നായിരുന്നു, ഒരു 4 വിരലിട്ട് ചുട്ടുന്നായിരുന്നു. വാട്ടിടോ. ഞാനേ ചെരുപ്പ് ഇട്ടോ. ഇതിലാണ് അതിലെ പോയ കൂടെ നടന്നതില്ലേ? പോയോക്കെ നമ്മള് നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലേ ഏതാ? അവിടെയാണ്, അവിടെ ആ തലക്കേക്ക്, ആ തലക്കെ അതെ നടന്നു കെട്ടിപ്പിടിച്ചോ. അതെ, നമ്മൾ അവിടെ എത്തി പറഞ്ഞാൽ നമുക്കിത് എത്രത്തോളം നടന്നു പോകാൻ പറ്റില്ല. ക്യാമറയൊക്കെ വള്ളത്ത് പോകുന്നു അതും അറിയില്ല. ഓക്കെ പോയോക്കാം. കാരണം നമ്മൾ പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ആ കാണുന്ന പാറയമ്മലാക്കാണ്, ആ സെൻറ്ററിൽ കാണുന്നത്. അതിൻ്റെ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ എത്രത്തോളം ആയുണ്ടെന്ന് അറിയില്ല. 2 കൈ ഉപയോഗിച്ച് തുഴഞ്ഞ് നീന്തിയൊക്കെ പോകാൻ വേണ്ടി കഴിയുന്ന പ്ലേസ് ആണെങ്കിൽ ഈ പാറയിൽ കൊണ്ടുപോയിട്ട് ക്യാമറ ഫിറ്റ് ചെയ്യാം അല്ലേ? എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വല ഫിറ്റാക്കിയിട്ട് വരാം കേട്ടോ. സംഭവം ഉണ്ട്, അത്ര വെള്ളമുണ്ട്, പക്ഷേ ഇടയിൽ പാറയുണ്ട്. അവിടെ ഒന്നും കുഴപ്പമില്ല, അടിപൊളി. കുക്കുത നീരാടുകയാണ്, അവൻ നീരാടുകയാണ്. അതിലെന്തോ സൗണ്ട് കേൾക്കണ്ടല്ലോ. ആനയാണോ? പോത്തല്ലടേ. പശുവാണോ? മണിയുടെ ശബ്ദം കേട്ട് കിണിയാറണ്ടേ. പശു അല്ല, പന്നിയാണ്. പന്നിക്കൂട്ടാണോ പോണത്? ഓ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് പന്നികൾ പോണ കണ്ടില്ലേ? അതേപോലെ നടക്ക് നട അന്നം നടക്കന്നെ തെയ്യം കുട്ടിക്ക് എടാ കുക്കുവിൻ്റെ എത്ര ഉണ്ട്? പരുന്തൊക്കെ എടുക്കണ്ടതില്. എല്ലാം എടുക്കുന്നുണ്ടാ. എടാ സോൾപുട്ടെ, ക്യാമറ ഞാനും അത്ര ഉണ്ടല്ലേ? മാക്സിമം എത്ര ഉണ്ട്? ഇജ്ജ് മുന്നിക്ക് പോവാ ഫസ്റ്റ്. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ചേരം നീന്തിട്ട് ക്യാമറന്റെ കൈ കിട തരാം. അവിടെ അടിക്കത്തുണ്ടോ? കാല് കെട്ടുണ്ടോ അടിയില്ലേ? ഇല്ലേ? എവിടേക്ക് ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോ. അതിലെ പോകുമ്പോ കരെ കുറച്ച് ഇങ്ങോട്ട് വന്നായി അതിലെ കരെ അവസ്ഥയാണ്. അതിലൊക്കെ കാര്യങ്ങളാ. ചെക്ക് റൂട്ട് ചെക്ക്. ഇന്റെ ഗൂഗിൾ മാപ്പാണ് കുക്കു. വെള്ളത്തിലെ ഗൂഗിൾ മാപ്പ്. എൻ്റെ കയ്യിൽ വലയുണ്ട്, ക്യാമറയുണ്ട്. നീന്തെന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. ഈ വല കയ്യുമ്പോഴും ഉണ്ട്, ക്യാമറ കയ്യിലുമാണ്. പിന്നെ അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവനും തന്നെ റിസ്ക്കാണ്. എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നീന്താൻ വേണ്ടി ബുദ്ധിമുട്ടാണല്ലോ. ഇവിടെ ഈ പാറിൻ്റെ അടുക്ക് സേഫായിട്ട് എത്തിയില്ലേ? ഓക്കെടാ.
ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നമ്മളെ ബാക്കിൽ നമ്മളെ തിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള അവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു പാറമേലേക്ക് വന്നിട്ടുണ്ട്. ടാസ്ക് ആയിരുന്നു. ഇനി നമ്മൾ പോവേണ്ടത് കുക്ക് പറയുന്നത് ആ കാണുന്ന പാറ ഉണ്ടല്ലോ, അതായത് ഇവിടെ നിന്ന് ഈ പാറയും വന്ന് ആ അക്കരയ്ക്ക് മുട്ടിക്കുക. അത്ര നീളമുണ്ടോ ഈ വല? ഉണ്ടാവൂലേ? ആ ഉള്ളത് എത്തട്ടെ അല്ലേ. അതിലൊരു ക്രോസിംഗ് ആണ്, അപ്പോൾ അതിലെ പായും. വെൽഡൻ വാസു ഇത് വെൽഡനാട്ട്. അപ്പം നമ്മളെന്താ വെച്ചാൽ ഈ പുല്ലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പാറ വൻ ചൂടാണ് ഗൈസ്. കാരണം ഞങ്ങൾ എന്താ പുഴയുടെ ഒത്ത നടുക്കാണ് ഈ ഒരു പാറ എന്ന് പറയുന്നത്. നമ്മളിതിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് പോയി നോക്കട്ടെ. ക്യാമറ കൊണ്ടുപോകുന്നില്ല. ക്യാമറ പറ്റുവാണെങ്കിൽ പിന്നെ കൊണ്ടുപോകും അല്ലേ? പറ്റുവാണെങ്കിൽ പിന്നെ കൊണ്ടുപോയി പോലെ നമുക്ക് ഇവിടെ ഓണാക്കി വെച്ച് പോകാം. ഗൈസ് ഞങ്ങൾ ആദ്യം ഒന്ന് പോയി നോക്കിയപ്പോൾ വലിയൊരു ആയമല്ല. കുക്കു ടെസ്റ്റ് ചെയ്തില്ല കുക്കു? ആ ടെസ്റ്റിങ് കുക്കു, ടെസ്റ്റർ കണ്ണപ്പൻ. പോട്ടെ കുക്കുവാണ് നമ്മളുടെ വെള്ളത്തിലെ ഗൂഗിൾ മാപ്പ്, ഈ പുഴയിലെ ഗൂഗിൾ മാപ്പ് കുക്കുവാണ്. ഓ തിരയടിക്കണ് കണ്ട. നമ്മൾ പുഴയുടെ ഒത്ത നടുക്കാണ് മാൻ. ഓ എവിടെ നീച്ചിക്ക അന്ന് പൊന്തിക്ക കല്ലോ പാറക്കല്ല. ഓ കണ്ടകളിന്റെ റൂട്ട് മാപ്പർ പറഞ്ഞിരുന്നു എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ആടാ ശരി കേട്ടോ. ഓ എൻ്റെ മക്കളെ നോക്കിയാൽ കണ്ടിട്ട് കാര്യമില്ലേ. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ കാലിന് നല്ല മുറിയൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. വീണ് കഴിഞ്ഞാൽ ക്യാമറ അടക്കം. ഈടാ ഇത് മരമാണ്, ഒരു മരമാണ്, അതൊരു മരമാണ്. ഓ ഇവിടെ ഫുള്ള് മണ്ണലാണ്. ആ ഇന്ത്യ കാലിലോട്ട് ഫുള്ള് മണലാണ്. ഇതെന്താ വിളിക്കണത്? പാറമല. ആ ഈ പാറേനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആണ്ടാ ഇന്ത്യ കാല് കാണല്ലേ, ഇതന്നെ പാറ. ഈ പാറ കൂടി കയറിക്കോ, ചവിട്ട് കിട്ടണല്ലേ. റെഡി ക്യാമറ ഇവിടെ ചെയ്തിട്ടോ. ഓക്കെ ഒരു കയ്യേ വർക്കിംഗ് ഉള്ളൂ. അതാണ് മെയിൻ. ഇത് മരമാണല്ലോ ഇവിടെ. ഇത് മരം അല്ല, ഇത് പാറാണ്. ഇങ്ങോട്ട് ഓക്കെ ഞാൻ കാണിച്ചാ. മനസ്സിലായി അല്ലേ? ആടാ ഇതാ മരത്തിൻ്റെ എന്തോ ആണ് ഇവിടെ. ഈ പാറ ഇത് പാറയാണ്. ഈ പാറയുടെ ഗ്യാപ്പിൽ അത് ഇതൊരു പാറയാണ്. ഇവിടെ ഒരു പാറയുണ്ട്, ഇത് കാണുന്നില്ല നമുക്ക്. ഇതിൻ്റെ ഗ്യാപ്പിലായിട്ടൊരു മരം കുടുങ്ങിയേക്കുവാണ്. അത് ഒരുപാട് വെള്ളമുള്ള സമയത്ത് മഴക്കാലത്തൊക്കെ വന്ന് കുടുങ്ങിയതാവാം. എന്തായാലും ഞങ്ങളുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അവിടേക്കിടയ്ക്ക് പോകുമ്പോൾ എന്താ അവസ്ഥ? ഓ ഈ പാറ കണ്ട, ഇതാണ് കാക്കത്തൂറി. അല്ല ഞാൻ അതിനെന്താ പറയാ, ഇത് കാക്കയല്ല കൊക്കാണ്. പലതരം ഡിസൈനിൽ അവർ വരച്ചു വെച്ചേക്കുവാണ്. അല്ലാന്ന് ഇത് ഏതായാലും നല്ലൊരു സ്പോട്ടാട്ടാ. ഓക്കെ, ഇവിടേക്കുള്ള സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കാക്കത്തൂർ. കാക്കത്തൂരിമ്മക്ക് നമ്മൾ കയറേണ്ടത്. തൊട്ട് നമ്മളപ്പോൾ അവിടെ നിന്ന് ഇവിടേക്ക് വന്നു. നമ്മളാദ്യം അവിടെ ആയിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വല വെക്കുന്നു. ഇത് കളറാകില്ലേ? ഇത് കളറാക്കി കാക്ക കഷ്ടത്തിലാണ്ട കളി. കാക്കയല്ല, ഇത് കൊക്ക ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി വല വെക്കട്ടെ. വല വെക്കാന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ആദ്യം ഒരാളിവിടെ വലയായിട്ട് പിടിച്ച് നിന്നിട്ട് ഒരാൾ അങ്ങോട്ട് നീന്തി പോവുക. അത്തരത്തിലാണ്. അവിടെ ക്യാമറ തൽക്കാലം ഇപ്പോൾ ഓഫാക്കി വെക്കും. വീഡിയോ എടുക്കാൻ ഒരു സാധിക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, കുക്കിനോട് പറഞ്ഞു വേണ്ട വീഡിയോ എടുത്താൽ നമുക്ക് എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ പറയട്ടെ നേരെ ഇരിക്കുവാണ്. അവനങ്ങനെ ആ വലയും കൊണ്ട് അക്കരയിലേക്ക് പോവാണ്. ഫാസ്റ്റ് ആയിക്കോ, നീന്തിയാ മേലെയോടെ നീന്തിയാ പോലെ കാല് തട്ടൂലല്ലോ. അങ്ങനെ പോയിക്കോ. ആണ്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ ഞാനിതിങ്ങനെ കോർത്ത് വെച്ചതായിരുന്നു. ഇതിങ്ങനെ ലൂസാണ്. ഓ കെട്ടിറങ്ങിപ്പോയി. അതെന്താ വെച്ചാൽ അടിയിൽ കൂടെ പോയിട്ട് ശരിയാക്കണത്. അത് അടിയിൽ കൂടെ പോയിട്ട് ശരിയാക്കണം. കുറച്ചും കൂടി വൈഡായിട്ട് വെച്ചോ, അങ്ങോട്ടാക്കി വെച്ചോ, അവിടേക്കാക്കി വെച്ചോ. കാരണം വല അത്യാവശ്യം ഉണ്ട്.
ഓ ഇവിടെ നമ്മൾ ചാകര പിടിക്കടാ, ഇവിടെ നമ്മൾ ചാകര പിടിക്കുക. കാരണം അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വല ആയതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ആയതുകൊണ്ട് നല്ല മീനുകൾ ഇതിൽ പാസ്സാവും. ഇനി നമുക്ക് ഇവിടെ താഴത്ത് ഇങ്ങനെ കുളിക്കാം. നമ്മൾ ഇത് പോവാൻ നേരത്തെ എടുത്താൽ മതി കേട്ടോ. ഇതിനി പോവാൻ നേരത്തെ കേസ് എടുക്കുന്നുള്ളൂ. അല്ല പോവാൻ നേരത്തല്ല, നമുക്ക് തിന്നണ്ടേ, ചുട്ടിനണ്ടേ. അതിൻ്റെ മുന്നേ എടുക്കട്ടോ, നമുക്ക് അതിൻ്റെ മുന്നേ എടുക്കാം. വല്ല കിട്ടുമോ നോക്കാം നമുക്ക്. അങ്ങോട്ട് പോയിക്കോട്ടെ, ആ കല്ല് കാണുന്നില്ലേ അവിടെ മൂലയിൽ കാണണേ, അവിടെ വരെ എത്തുത്. ഇനി ഇത്രയും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട്. അയ്യോ, ഇവിടെ ഈ കിടക്കുന്ന ഈ ലൂസൊക്കെ ഒന്ന് ടൈറ്റ് ആവാണ്ട് കണ്ടാ, അതിലങ്ങനെ ആ ഒരു ഷേപ്പ് വരെ പോയിക്കോ, കുഴപ്പമില്ല. ഇത് ശരിക്കും ആ പാറമ്മ തന്നെ വരാനുണ്ടായിരുന്നു കേട്ടോ, ഇല്ലല്ലേ? അതല്ലേ കണ്ണനോട് പറഞ്ഞത് കുറച്ച് വലിയ വലയാണെന്ന്, പക്ഷെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ലത്. ഓ കണ്ടോ നിങ്ങൾ, അടിപൊളിയായില്ലേ? അവിടെ ആയണ്ടോ? കുക്കു ഒറ്റയ്ക്കാണ് അത്രയും ദൂരം പോയിട്ടുള്ളത്. പേടിയാണ് നമുക്ക്, എന്താ വെച്ചാൽ ഈ വെള്ളത്തിന് നമ്മൾ അത്തരത്തിൽ ഫുള്ളായിട്ട് വിശ്വസിക്കുക. ഇപ്പോൾ ഫുള്ളായി, മതി. അതെന്താ വെച്ചാൽ അവിടെ കുറച്ച് ലൂസ് ഉണ്ട്, ആ ലൂസ് നമുക്ക് ഇങ്ങോട്ട് അടിക്കാണ്ട്. ഓക്കെ, ഞാനിവിടെ കെട്ടുക കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു പാറയിൽ കെട്ടും. അങ്ങനെ നമ്മളുടെ വല ഫുള്ളായിട്ട് ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അക്കരെ വരെ വെച്ചിട്ടുണ്ട്. ഈ പാറയിൽ ഇവിടെ ക്യാമറ ഈ ചുട്ടു പൊള്ളുന്ന ഈ വെയിലത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. ഇനി ഞങ്ങൾ ഈ കാക്കത്തൂരിൽ നിന്നും നമ്മുടെ സ്പോട്ടിലേക്ക് പോവാണ്. ഇതിന് എല്ലാം എന്താ പറയുക അല്ലേ, ഇത് ഓല സ്പോട്ടാണ്. ഓലിവിടെ നന്നായിട്ട് മീൻ തിന്നണത്. പിന്നെ എന്താ വെച്ചാൽ ഈ ഈവനിങ് ആണ് ധാരാളം മീൻ ഈ വലയിൽ കയറുന്ന ടൈം എന്ന് പറയുന്നത്. ഈ നേരത്ത് വല്ലതൊന്നും കയറൂല, പക്ഷേ നമ്മളിതൊരു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് അത്രമാത്രമേ കരുതുന്നുള്ളൂ. ഇനി നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലേക്ക് കളിച്ച് വരുമ്പോഴേക്ക് ഒരു 1-2 മീനുകൾ കയറാൻ വെക്കൂല. പോയി നോക്കാം കേട്ടോ. ക്യാമറ നനയാതെ പോകണം, വന്ന പോലെ തന്നെ ഇതിലല്ലേ. ഓക്കെ. നല്ല ചൂടായതുകൊണ്ട് വെള്ളത്തിൽ എത്രയും കിടക്കാം, നല്ല രസമാണ്. അത്ര ആയുള്ളൂ അല്ലേ, വെറുതെ നീന്തി കഷ്ടപ്പെട്ടു, എത്ര ആയുള്ളൂ. ഇവിടെ ശരിക്ക് നീച്ച് നടന്നു പോകാനുള്ള സ്ഥലം കാണുന്നു. നമുക്കറിയില്ലല്ലോ ബായ്. ഇതാണ് അടി കാണുന്നത്, അടി. സീനിയർ എങ്ങനെയുണ്ട് നിങ്ങളത് പറയും. വ്യൂ ഉണ്ടോ? വ്യൂ ഇല്ലേ? ആടോക്ക ആ ഒരു മലനിരയുടെ ഈ ചോട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ ഈ വല വെച്ച് മീൻ പിടിക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു രസം എന്ന് കരുതിയിട്ടാ നിങ്ങൾ. എന്താണ് കുയ്യാരേ? നിര. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ കാണുന്ന തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഷെയർ ലൈക്ക് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഓട്ടോ ലൈഫായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ എങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് യാത്ര പോകാനുള്ള യാതൊരുവിധ മാർഗവും ഇല്ലാത്തത് കൊണ്ട് നാട്ടിലെ ഞങ്ങളുടെ കുസൃതികൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇറക്കുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾക്ക് മുന്നോട്ട് യാത്ര പോകണം. അടുത്ത യാത്ര ഞാൻ പറഞ്ഞില്ല, നെക്സ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു പ്ലാനും കാര്യമൊക്കെ എങ്ങനെയാണെന്ന്. അതിന് വേണ്ടിയില്ല കാര്യങ്ങൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. അപ്പം ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾക്കൊരു ഒരൊറ്റ മീൻ കിട്ടിയല്ലോ, അപ്പോൾ ആ ഒരു മീനെ ചുട്ട് തിന്നണം. ആ ഒരു മീനിനെ മാത്രമല്ല, നമുക്ക് അതിൽ നിന്നും ഒരു 2-3 മീൻ കൂടി കിട്ടണം. പക്ഷേങ്കിൽ നമുക്ക് അതിനുള്ള കിച്ചണ് ചുട്ട് തിന്നണമെങ്കിൽ അതിനുള്ളൊരു സെറ്റപ്പ് വേണമല്ലോ. അപ്പോൾ ഇത് ഞാൻ പുഴയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കല്ലാണ്. അതേപോലെ തന്നെ ഇതും പുഴയിൽ നിന്ന് എടുത്തിട്ടുള്ള കല്ലാണ്. ഇത് നടുക്ക് ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നുകൂടി താത്തണം. എന്നിട്ട് ഇതാണ് നമ്മുടെ കല്ല്, പൊറാട്ട കല്ല്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം. പക്ഷേ ഇത് കുറച്ചുകൂടി താത്താണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മൾ ചുടാൻ വേണ്ടി പോകുന്നത് ആളെ. ഇത് വലിയ കാണാനൊന്നുമില്ല, ഉണ്ടാ ചെറിയൊരു പാളിക്കല്ലാണ്, പാളിപ്പീസ് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയുണ്ട്, പക്ഷേ എങ്കിൽ എത്ര കഴുകിയിട്ടും ക്ലിയർ ആവുന്നില്ല. കുക്കു ഇതുകൊണ്ട് അവിടെ ഇരിക്കുവാണ്, ഓന് വെള്ളത്തിൽ നിന്ന് കയറിയില്ല. ഞാൻ ഈ അടുപ്പും സെറ്റാക്കട്ടോ, ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ അടുപ്പ് ഏകദേശം ഈ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് ഇതുപോലത്തെ ചെറിയ വർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെമ്മലൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കത്തിക്കും. ഇവിടെ ഇഷ്ടംപോലെ ചെമ്മലുണ്ട്, അതൊന്ന് കൂട്ടിയിട്ട് കത്തിക്കും. നന്നായിട്ട് തീ കത്തിക്കഴിഞ്ഞാൽ കല്ല് നല്ല രീതിയിൽ ചൂടാവും. ഇതേപോലെ ഇട്ടാണ് നമ്മളുടെ മീനിനെ വേവിക്കുന്നത്. നല്ല രസമായിരിക്കും. ഇത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ പല വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ഇനി കണ്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ ഒരു പുതുമയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ എല്ലാം ഒരു പുതുമയായിട്ടില്ല, അതൊക്കെ ഞങ്ങൾ സാധാരണ
പുഴയിലേക്കൊക്കെ വരുമ്പോൾ ചെയ്യുന്ന രീതികൾ തന്നെയാണ്. പക്ഷേങ്കിൽ ഇത്തരത്തിലാവില്ല, ഞങ്ങൾ അതിന് വേണ്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരും. പക്ഷേങ്കിൽ നമ്മുടെ വണ്ടിയുടെ ആവശ്യമായിട്ട് ഇറങ്ങിയത് കൊണ്ട് അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇത് ഞങ്ങളുടെ ഐഡിയക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു കിച്ചണാണ്. കുക്കുണ്ട് അവിടെ. കുക്കൂടാ, മീനെവിടെ? വാ. തീ കത്തിക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക് ആദ്യം തന്നെ. കുറച്ച് ചെമ്മല ഞാൻ ഇവിടെ തന്നെ വാരി എടുത്താണ്. അത് നമുക്ക് തിരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും ഒരു 2-3 ഇല ഇങ്ങനെ എടുക്കുക, അങ്ങനെ കത്തിച്ച് കൊടുക്കുക. ഈ ചെറിയ ചെറിയ കൊമ്പുകളുണ്ടല്ലോ, ഇതൊക്കെ ചതൽ പിടിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള കൊമ്പുകളാണ് നമ്മൾക്ക്. ഇത് കെടുവാണല്ലോ, കത്തിയിട്ട് കെടുവാണ്. ചുള്ളി വിറകില്ലേ? അത് ശരിയാണ്. അതുപോലത്തെ പെട്ടെന്ന് കത്തി പിടിക്കുന്ന വിറകുകളാണ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തീ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അമ്മ തൊടാനായില്ല. അത് തീർത്താ അതല്ല മറ്റെടുത്താ. ഇതിൻ്റെ ചെറിയ കാമ്പുകളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ അടുപ്പും കല്ല് നല്ല രീതിയിൽ ചൂടാവണം, എന്നാലേ അവന് വർക്കാവുള്ളൂ. അതിനുണ്ട് തീയൊക്കെ നമ്മൾ ഒരു നല്ല രീതിയിൽ ചെയ്യണത്. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ രസമാണ്. ഇത് നമ്മൾ റിസോർട്ടൊക്കെ എടുത്ത് ചെയ്യുന്നത് നല്ലത്. 1 രൂപ പോലും മുടക്കില്ലാതെ ഇങ്ങനത്തെ ഒരു ഓപ്പൺ പ്ലേസിൽ വന്ന് അല്ലോ നമ്മൾക്ക് മീൻ അതിലുണ്ടാവും, നമ്മളതിൽ പോയി നോക്കാത്തതുകൊണ്ടല്ലേ. കണ്ടാ വാ. ഇപ്പം തീയായി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തീ കത്തുന്നുണ്ട്. ഈ തീ സ്പ്രെഡ് ആകാതെ നോക്കണം. അതായത് ഈ കാണുന്ന ഏരിയയിലൊക്കെ പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഫുള്ളായിട്ട് കത്തിപ്പോവും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതെ, അങ്ങനത്തെ ഏരിയകൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എല്ലാമാണെങ്കിൽ നമ്മുടെ ട്രൗസർ കയറാം. ഓക്കെ. ഇനിയാണ് നമ്മുടെ പരിപാടി. ഇതാണ് നമ്മളുടെ ഫിഷുട്ടനെ നമ്മൾ ഇതിൽ ഇട്ടേക്കായിരുന്നു. ചത്തില്ല. ഇനി ഇവനെ നമുക്ക് ഇത് വെച്ചെടുക്കാം. ഇനി ഇത് ചൂടായിട്ട് അവൻ റങ്കവും അവൻ വന്നിട്ട് ഷെറാവും. കാണിച്ചു തരാം. കണ്ടാ നമ്മളുടെ അടുപ്പിൽ കിടന്ന് മീൻ വേഗമാണ്. അടിപൊളിയായിട്ടുണ്ട്. അത് ഉണങ്ങി തുടങ്ങിയില്ലേ? ഉക്കൂട് വിറക് വെക്ക്. അതൊന്ന് ഉണങ്ങിയിട്ട് കാണിക്കാം. പക്ഷേങ്കിൽ ഞാൻ അപ്പേക്ക് ആ വലയിലൊന്ന് പോയിട്ട് അതിൽ എന്തെങ്കിലും 1-2 മീനുണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടി ചെയ്യാം. ഓക്കെ അല്ലേ? ഈ തീ കെടാതെ നോക്കണം. നോക്കൂലേ? ഓ നമ്മളെ കുട്ടാപ്പൂ വെന്തിട്ടുണ്ട്. കൂക്കു അത് എടുക്കുമേ. വാ. ഓക്കെ, സെറ്റല്ലേ? വെന്തില്ലേ? വെന്തിക്കണം. ഓക്കെ. ഡിസൈനിങ്ങിൽ പവർഫുൾ. ഓക്കേടാ, ഞങ്ങളപ്പോൾ അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് വളരെ സ്ലോവിലാണ് ഈ രീതിയിൽ പോകുന്നത്. ഈ രീതി ഞങ്ങൾ ഒഴിവാക്കിയിട്ട് കോലിൽ കുത്തുന്ന രീതിയല്ലേ ഈ പറഞ്ഞ നമ്മളെ പഴയ പരിപാടി. ആ പഴയ പരിപാടിയാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ ഫാസ്റ്റാണ്, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് അവിടെ പോയിട്ട് 2 മീൻ കൂടി എടുത്തിട്ട് വന്നിട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ എനിക്ക് കുക്ക് പറഞ്ഞത് ഇത് തിന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും, നമുക്കൊരു ആക്രാന്തം ഉണ്ടാവും അവിടെ പോയിട്ട് എടുക്കാൻ. അങ്ങനെ പോയി എടുക്കാന്നാണോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ചിട്ട് എന്താടാ ഇതിന് റീത്തും വെച്ചോ? പോർന്ന്. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ അല്ലേ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങും. ഞങ്ങളാ ഒരു മീനിനെ ഇങ്ങനെ 2 ഭാഗമാക്കിയിട്ട്, അതായത് ഷെയർ ചെയ്തത്. അതിൻ്റെ ഉള്ളിലെ പഞ്ഞി കേട്ടോ, നമ്മുടെ എന്താ പറയുക മത്തിയിലൊക്കെ കാണുന്നാലേ ആ ഒരു പഞ്ഞി കുട്ടികളുണ്ടാവുന്ന. എവിടെ എൻ്റെ മീനവിടെ? അപ്പോൾ ഇതാണ് നമ്മളുടെ ചുട്ട മീൻ. അതെ എൻ്റെ മക്കളെ, കേട്ടോ പകുതി കൂട്ടോ പോലും ടേസ്റ്റാണ് ഈ പരിപാടിക്ക്. ഇത് ഞാൻ പറഞ്ഞത് വല്ലാത്തൊരു ടേസ്റ്റാണ് ഈ പരിപാടി. അടിപൊളി. നമുക്ക് ഒരു 3-4 മണി കിട്ടു നോക്കണം ചൂടാൻ. കനൽ കെടൂല. നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ ഞാൻ അവിടെ പോയി വരട്ടെ കേട്ടോ. പോയി വരട്ടെ, ഞാൻ കിട്ടു നോക്കട്ടെ. ഓക്കെ. ഗായ്സ്, ഞങ്ങൾ നീരാടുകയാണ്. ഞങ്ങളെ വലയിൽ മീൻ കുടുങ്ങുന്നത് വരെ നമ്മളുടെ പരിപാടി നീരാട്ടമാണ്. ഇത്രയും ചൂടുള്ള ഇപ്പൊ ഈ ടൈമിൽ, ഈ വേനൽ കാലത്ത് ഈ വെള്ളത്തിൽ കിടക്കുമ്പോ ഉള്ളൊരു സുഖം. അതെ, വേറെ ആളില്ലാത്ത സുഖം.
വെള്ളത്തിനടി എത്ര നേരം നടക്കുന്നില്ലേ മരം വിട്ടേക്കും ഞാൻ അതിന്റെ മേൽഭാഗമൊക്കെ ഫുള്ള് ചൂടാണ്. വെള്ളത്തിന്റെ മേൽഭാഗം താഴത്തേക്ക് നമ്മുടെ കാലിന്റെ ഭാഗത്തേക്ക് മാത്രമേ ചെറിയ തണുപ്പുള്ളൂ. വള്ളടി 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 വള്ളടിക്കണ്ടേ നമുക്ക് ഇനി വല നോക്കിയാലോ? അതെ ചെരുപ്പിട്ട് നന്നായി. എന്തൊക്കെയാ സൗണ്ട് അതിലെ കേൾക്കുന്നുണ്ടല്ലോ. അല്ല മീനെന്തേ? മീനോ? മീന് ഞാൻ പോക്കറ്റിൽ ടൗസറിന്റെ ഈ അഡാത്തൊക്കെ നീന്തിയപ്പോ പോയിക്കോട്ടോ. അപ്പളും പറഞ്ഞ വല്ലാത്ത ഇഷ്ടം. പക്ഷേ ഇത് ഞാൻ വേറെ ഐഡിയ കാട്ടീനി കുറച്ച് എനിക്കൊരു 3-4 എടാ. ഇത് ഞാൻ പറ്റതല്ല. പക്ഷേങ്കിൽ ഇത് നമുക്ക് തിന്നാനുണ്ട്. എത്ര ഉണ്ട്? 6 ഉണ്ട്. 3 ഓ 3 മിയാ മിയാ മിയാങ്കിൽ ഇത് നമുക്ക് നന്നാക്കണം. ഇത് ജസ്റ്റ് നമ്മൾക്കൊന്ന് ഇതിന്റെ പാരൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കണം. എന്നിട്ട് നമുക്ക് ചൂടാം. തീ കെട്ടണം. കെട്ടാനും കുഴപ്പമില്ല. ഓക്കെ. അപ്പം നമ്മൾക്ക് ഈ ഒരു മീൻ മാത്രം ഒന്ന് ക്ലീൻ ആക്കാം. കാരണം എന്താ വെച്ചാൽ നേരത്തെ ക്ലീൻ ആക്കാൻ നമ്മൾ കഴിച്ചത് ഇത് ക്ലീൻ ആക്കിയിട്ട് കഴിക്കാം. നേരത്തെ ഒന്ന് മാത്രമല്ലല്ലോ, അതിന്റെ എല്ലാം നമ്മൾ തിന്നുപോയി. ഇത് നമ്മൾ ചാകര അത് ഒറ്റന്നായതുകൊണ്ടാണ്. കാരണം അത് ഷെയർ ചെയ്യുമ്പോഴേ എന്തെങ്കിലും കുറച്ച് വേണ്ടേ. അപ്പൊ ഇത് നമുക്ക് 3 എടുക്കാമല്ലോ. അപ്പൊ ഇത് നമുക്ക് ഇതാക്കാം. പരലാണ് നമ്മളുടെ വല എന്ന് പറഞ്ഞാൽ പരലിന്റെ വലയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് പരൽ മീൻ കിട്ടുന്നത്. നമ്മുടെ വലിയ വലയാണെങ്കിൽ ഇതിന്റെ വലിയ മീൻ കടുങ്ങാലിയൊക്കെ കിട്ടും നമുക്ക്. പക്ഷെ ഇത് പരലിന്റെ വലയാണ്, പരലിന്റെ കണ്ണിയാണ്. എന്നാൽ ഞാൻ അത് പോയി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ. അല്ല ഇത് ക്ലീൻ ആക്കിയോ? നോട്ടെ എങ്ങനെയുണ്ടോട്ടെ? തല കളയണ്ടെന്നല്ലേ പറഞ്ഞു? തല കളയണ്ട. തല കളഞ്ഞാൽ എന്തുണ്ടാവില്ല. പാര് കളഞ്ഞ് പിന്നെ അതിന്റെ ഉള്ളിലെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. വാല് പിന്നെ കരിഞ്ഞു പോയിക്കോളെ. വാല് പിന്നെ കരിഞ്ഞു പോകും. അത് ചിറകൊക്കെ കരിഞ്ഞു പോകും. നമുക്ക് എന്താ വെച്ചാല് നമുക്ക് മറ്റേ പരിപാടി ആട്ടോ നോക്കാം. അതായത് ഈർക്കിളിയിൽ കുത്തിയിട്ട് ആ കോലിൽ കുത്തിയിട്ടുള്ള അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആവുള്ളൂ. മറ്റേ കല്ല് ചൂടാവാനൊക്കെ കഴിഞ്ഞ് ടൈം എടുക്കും. കാരണം നേരത്തെ കല്ല് ചൂടായിരുന്നു, ഇപ്പൊ ചൂടൊക്കെ അറിയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് നല്ല കോല് എടുക്കണം. ഓക്കെ. നല്ല അവിടെ നേരം കൊണ്ടുപോവോ? നേരം കൊണ്ടുപോകും അവിടെ തന്നെ വേണ്ടത്. പറമ്പത്തജ്ജന്മാരെ, പറമ്പിൽ തജ്ജം. അതെ. ഇത്തരത്തിലൊരു വടി ഇത് നമ്മളെ കയ്യുമ്മക്ക് ചൂട് വരാതെക്കാൻ അത്ര ലെങ്ത്തിലെടുത്തത്. പിന്നെ ഇത്ര മീനിനെ ഒരുമിച്ച് സാൾട്ട് പൂൾട്ടാക്കാനാണ്. ഇത്രയും മീനിനെ ഒരുമിച്ച് സാൾട്ട് പൂൾട്ടാക്കാൻ. ഇനി എങ്ങനെയാണ് നമ്മുടെ പരിപാടി വെച്ചാൽ കൊണ്ടുപോയി ഇങ്ങനെ എൻ്റെ പോർക്കുക, നെറ്റിക്കുള്ളിൽ കോർത്ത് എത്ര ഉണ്ട്? 6 അല്ലേ? 6 ഉണ്ട്. അനക്ക് 3 എനിക്ക് 3. എനിക്ക് 3 എനക്ക് 3. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മുടെ മീനിനെ. എടാ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓ കുറുമേൻ. ഇനി കുറുമേൻ നമുക്ക് ചുട്ടെടുക്കാം. ഓ സംഭവം തീയൊക്കെ സെറ്റാക്കിയിട്ടാ. ഇനി അതൊന്ന് വേഗട്ടെ. പുകച്ചൂര് അടിക്കാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കുറച്ച് അകത്തി പിടിക്കണുള്ളൂ. കാരണം പുകച്ചൂര് വരും കേട്ടോ. ഇല്ല കെട്ടില്ലാണ്ട. അയ്യാൻ പറ്റ ആര് പോലും ഇത് ലെമ്പക്കി, ഇത് ഓമ്പക്കി, ഇത് നിറം മാറി പക്കി. എല്ലാ പക്കിയുണ്ട്. അയ്യാൻ പറ്റ ഇല്ല. അത് വാല് കരിഞ്ഞിട്ടുള്ളൂ. ചൂട് നന്നായിട്ട് ചൂട് കയറണം. അതെ. ഇതാണ്ടോ കുന്താണ് കുന്തം. ഇത് ഏമ്പക്കി ഊമ്പക്കി നമ്മളിങ്ങനെ വലയായിട്ടൊക്കെ വരിക, മീനൊക്കെ പിടിക്കുക, ഇങ്ങനെ കഴിക്കുക. ഇങ്ങനെ നല്ല നമ്മൾക്ക് ഇതിനൊക്കെ നല്ല രീതിയിൽ മസാലയും കാര്യം കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ കഴിക്കാമായിരുന്നു.
ഞങ്ങൾ പക്ഷേ മീൻ കിട്ടും എന്ന് കരുതി വന്നോന്നല്ല, കിട്ടിയപ്പോൾ നാളെ ഞങ്ങൾക്ക് ചുട്ട് നിന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല അല്ലേ? അതെന്താ വെച്ചാൽ ഈവനിങ് ആണ് നന്നായിട്ട് മീൻ കിട്ടുക. ഇതിപ്പോൾ സമയം 2 മണിയാണ്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ കാട്ടിക്കൂട്ടിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. ഞങ്ങളെ വേണ്ട പറയാ. ഓ മീനിൻ്റെ നെയ്യൊക്കെ ഉരുകി തുടങ്ങിട്ടോ. മീൻ വെന്തില്ല കേട്ടോ, ശരിക്കും വേഗമുണ്ട്, ശരിക്കും വേഗണം. റെഡി 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 റെഡി. ഇത് കരിക്കാട്ടല്ല, അത് മീനാണ്. കാണുമ്പോ അങ്ങനൊക്കെ തോന്നിയെങ്കിലും നല്ല ചുട്ട മണം. ലാസ്റ്റ് മീൻ വെന്തില്ലേ? വെന്തുണ്ടാവും. പിന്നെ പൊടിയണാക്കണ വെന്തിട്ട്. ഇതൊന്ന് കുറച്ച് കരിഞ്ഞു പോയിട്ടോ. കാണിച്ചു തരാം. ഇറച്ചി കണ്ടോളി 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 കണ്ടോളി. മോനെ പലറങ്കാട്ടത്. ഒരു മണി തിന്നോക്കാം തിന്നോക്കാം. ഫുൾ മീനാട്ടോ ഇത്. പിന്നെ ഓ നല്ല പൊന്നു. അത് പൊളിക്കും. ഓക്കെ അപ്പം ഞങ്ങളിനി വലയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇത് കഴിക്കട്ടെ, എന്നിട്ട് വലയൊക്കെ നോക്കിയിട്ട് നമുക്ക് എസ്കേപ്പ് ആവണം. ഓക്കെ ചങ്ങന്മാരെ, അപ്പം ഞങ്ങളുടെ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞു. മീൻ കുക്കിങ് കാര്യമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഞങ്ങൾ ലാസ്റ്റ് പോയി വല എടുത്തിട്ടോ. അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്ന മീനുകളാണത്. അപ്പോൾ ഇവരെ ഞങ്ങൾ ഇവിടെ വെച്ച് ചുട്ടും. ഇത് സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾക്കറിയാം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മീനൊന്നും കിട്ടില്ല, കാരണം അതിന് പറ്റിയ സ്പോട്ടൊന്നും അല്ലത്. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് പോലത്തെ സ്ഥലമാണ്, നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് രസിക്കാൻ പറ്റിയ, കുളിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണല്ലോ ഒക്കെ. പിന്നെ തീർച്ചയായും നല്ല സുഖം കേട്ടോ. അതെ, അല്ലാതെ മീനുകൾ വന്ന് നിൽക്കാൻ പറ്റിയ പുല്ലും കാര്യം അങ്ങനത്തെ ഒരു സ്പേസ് ഉള്ളൊരു ഏരിയ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മീനൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഈ മീൻ കൂടി ചുട്ടിട്ട് ഞങ്ങൾ തെറിക്കുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനൊക്കെ കുറിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.